ഹായ് ഗായ്സ്, അങ്ങനെ ഇന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ഇൻ കേരള. തിരിച്ച് ദുബായിലേക്ക് പോവാണ്. പ്രവാസ ജീവിതം വീണ്ടും. എൻ്റെ ടിങ്കുവിനൊരു ടാറ്റയൊക്കെ കൊടുക്കാം. ബായ് ടിങ്കു. പാവ എൻ്റെ ടിങ്കു മോൻ, അവൻ രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ പോയിട്ട് വരാം. അങ്ങനെ ഞാൻ ഇന്ന് നേരെ പോവാണ് ദുബായിക്ക്. 2 മാസത്തെ പ്രവാസ ജീവിതമൊക്കെ കഴിഞ്ഞു ഇറങ്ങുന്നതിന് മുമ്പ് വീടിൻ്റെ പടിയിൽ കുറച്ചും കൂടി ഇരുന്ന് അയവിറക്കിയ പുല്ലൊക്കെ ഇതുപോലെ തന്നെ ഇരിക്കണേ തിരിച്ചു വരുമ്പോഴും. അപ്പം കഴിഞ്ഞു പോയേക്കാം. ബായ് വീട്, പോയിട്ട് വരാം. ഈ വരുമ്പത്തോടുകൂടി ഞാൻ കുറേ വീഡിയോകൾ സ്വപ്നം കണ്ടിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. എല്ലാ സ്വപ്നം മാത്രം. കാരണം ഒടുക്കത്തെ ചൂടായതുകൊണ്ട് ഇതൊന്നും ചെയ്യണം എന്നേ തോന്നിയില്ല. അങ്ങനെ ഈ നേരെ കോട്ടയിലേക്ക് പോകണം. അവിടെ അവൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അവളും കൂടാണ് പോകുന്നത്. അരിമോൻ പോയപ്പോ ഇതിലും നന്നായിട്ട് കരഞ്ഞല്ലോ. വളരെ മോശം. ഇതൊന്നും ഞങ്ങളുടെ നീണ്ടതില്ലല്ലേ. ഈ സാധനം എളുപ്പം കയറി പോകും. നമ്മളങ്ങനെ ട്രാൻഡ്രം എത്തി. നമ്മളിവിടെ നിന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. എന്താണ് തഞ്ചാവൂർ കിച്ചൺ. അതെ, കുഴപ്പമില്ല. നല്ല താലി മീൽസ് ആയിരുന്നു. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം റേറ്റും ഉണ്ടായിരുന്നു. ഒരു പാലമുണ്ടോ? ഇവരോട് ചോദിച്ചാലേ പിന്നെ ആൾക്കാരെല്ലാം ഇറങ്ങി വരാൻ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റും പാസ്പോർട്ടും കുറച്ച് ലഗേജ് കൂടുതലുണ്ട്. ഫ്ലൈറ്റിനുള്ളിൽ മൊത്തം പോകാം. ഫുൾ ആംബിയൻസ് ഒക്കെ കൊടുത്ത് എസ്തറ്റിക് ആക്കിയിട്ടുണ്ട് അവർ. Good afternoon and welcome aboard, ladies and gentlemen. We'll be starting our safety. സാൻഡ്വിച്ച് എടുക്കുന്ന എല്ലാവരും എടുക്കുന്നത് അബുദാബി. ഇനി ദുബായിലെത്തണം. ദുബായിലെത്തുമ്പോഴാണ് നാട്.
അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് വരുമ്പോൾ ഒരു വലിയ പ്രത്യേകതയാണ് ഇത്. ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്തേ. വൈറ്റ് സ്ട്രീറ്റ് ലൈറ്റിൽ നിന്ന് നമ്മൾ യെല്ലോ സ്ട്രീറ്റ് ലൈറ്റിലേക്ക് കയറാൻ പോകുന്നു. അതായത് നമ്മൾ ദുബായിലേക്ക് കയറി. യെസ്, ദുബായ്. അങ്ങനെ ദുബായിൽ എത്തിയിരിക്കുകയാണ്. എനിക്ക് എൻ്റെ അബിയെ കിട്ടി. രാത്രി വീണ്ടും ഒന്ന് കറങ്ങാനല്ല, ഒരു റൗണ്ട്, എന്നിട്ടൊരു ചായ കുടിക്കണം. ചായയാണല്ലോ മെയിൻ. അങ്ങനെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഫസ്റ്റ് ചായ. Yes.